പതിവ് പോലെ രാത്രി യാത്രയൊക്കെ കഴിഞ്ഞ് വളരെ താമസിച്ചെണ്ണീറ്റൊരു ദിനം. വളരെ വിരസമായി തോന്നി ഓരോ നിമിഷങ്ങളും. അല്പമൊക്കെ സമയം മൊബൈലിലും മറ്റുമായി ചിലവഴിച്ചു. എങ്കിലും കാത്തിരുന്ന് കിട്ടിയ ഒരു അവധി ദിനം വെറുതെ പോകുന്നു. ഇന്നത്തെ ദിനം എന്തായാലും കൊഴിയാറായിരിക്കുന്നു. പക്ഷെ നാളത്തെ ദിനം അത് നല്ലൊരു പുലരിയായിരിക്കണം. എന്നും ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാനും പറ്റുന്ന ഒന്ന്, മനസ്സിനും ശരീരത്തിനും ഊർജ്ജം നൽകുന്ന ഒരു ദിനം. അങ്ങനെയാണ് ഗൂഗിളിൽ വെറുതെ പരതിയത്. അതിലെപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടി വളരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ പോയിന്റ് കയറി വരികയായിരുന്നു. കോടയിൽ മുങ്ങിക്കുളിച്ച ആ ഒരു ഫ്രെയിം മനസ്സിനെ അതിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന പോലെ തോന്നി. എൻ്റെ പുതിയൊരു പ്രഭാതം ഞാൻ കണ്ട കാഴ്ചയിൽ നിന്നും തുടങ്ങുകയായിരുന്നു. ചെങ്ങറ ഈ പേര് പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തുള്ളവർ ഒരുപക്ഷെ ഓർക്കുന്നത് ഭൂസമരവുമായി ബന്ധപ്പെട്ടാവും. ചെങ്ങറയിലെ സ്വാധീന വിമോചന സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ 5000-ഓളം ആളുകൾ നടത്തിയ സമരമായിരുന്നു ചെങ്ങറ ഭൂസമരം. 2007 ഓഗസ്റ്റ് 4-നാണ് ഇതിൻ്റെ തുടക്കം. രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും സഹകരണമില്ലാതിരുന്ന സമരം പിന്നീട് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു. തുടക്കത്തിൽ സർക്കാരും സമരക്കാരുമായി ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് സമരം നയിക്കുന്ന നേതാക്കൾ തമ്മിലായി. പിന്നീട് ചെങ്ങറ സമരം എന്തായി തീർന്നു വന്നത് ചരിത്രം. പിന്നീട് ഒരു തവണ കൂടി ചെങ്ങറ എന്ന പേര് വിവാദങ്ങളിൽ ഉൾപ്പെട്ടു. ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ടായിരുന്നു അത്. ആറന്മുളയിൽ വിമാനത്താവളം ഇല്ലെങ്കിൽ ജില്ലയിൽ പിന്നെ എവിടെ എന്ന ചോദ്യത്തിന് ചെങ്ങറ എന്ന പേര് വീണ്ടും ശ്രദ്ധയാകർഷിച്ചു. എന്നാൽ ഇനി അങ്ങോട്ട് ചെങ്ങറ അറിയപ്പെടാൻ പോകുന്നത് മറ്റൊരു തലത്തിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഒന്നുണ്ട്. ഉദയ സൂര്യൻ്റെ കിരണങ്ങൾ കോടയെ തഴുകുന്ന ചുറ്റും പച്ചപ്പ് പുതച്ച കാഴ്ചകൾ. വല്ലാത്തൊരു ദൃശ്യഭംഗിയാണ് ചെങ്ങറയുടെ ഓരോ പുലരിയും അസ്തമയവും. പത്തനംതിട്ട നഗരത്തിൽ നിന്നും 13 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. കോന്നിയിൽ നിന്നും 10 കിലോമീറ്ററും. മനോഹരമായ വഴികളിലൂടെയാണ് യാത്ര. രാവിലെ പെയ്ത മഴ യാത്രയ്ക്കൽപ്പം താമസം വരുത്തിയെങ്കിലും നല്ല കോടയൊക്കെ ആസ്വദിക്കാൻ പറ്റുമെന്ന ഉറപ്പുണ്ടായിരുന്നു. മുന്നോട്ട് പോകുന്തോറും കാഴ്ചകൾ മാറിക്കൊണ്ടിരുന്നു. ചിലയിടങ്ങളിലൊക്കെ നിർത്തി ഫോട്ടോ എടുത്തു. ചെറുതായി മഞ്ഞ് പൊഴിയുന്നുണ്ടായിരുന്നു. മൂടിക്കെട്ടിയ അന്തരീക്ഷമായതിനാൽ സൂര്യനെ മേഘങ്ങൾ മറച്ചിരുന്നു. എങ്കിലും ഓരോ കാഴ്ചയും അതിമനോഹരമായി തോന്നി. കുറേ ദൂരം മുന്നോട്ട് വന്നതിന് ശേഷം ഞങ്ങൾ കാത്തിരുന്ന സമയമെത്തി. ഞാൻ കണ്ട ചിത്രങ്ങൾ ഇനി എൻ്റെ കാഴ്ചകളാകുന്ന നിമിഷം. ഞാൻ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. കാറ്റും മഴയും മഞ്ഞുമൊക്കെയേറ്റ് ഒരുപാട് ദൃശ്യഭംഗി നൽകുന്ന നല്ലൊരു പുലരിയിലേക്ക് ഞാൻ ചെന്നെത്തുകയായിരുന്നു. ശുദ്ധവായു, നല്ല കാഴ്ചകൾ, പുലരി. കുറേ നേരം ഇവിടെ ചെലവഴിച്ചു. But I need it quick, yeah, I need it strong. Something to take the edge off how I feel. Cause I feel like I'm wasting all my time. I'm stuck in a daydream, and I've been this way ever since I was 18. Won't change me. I run till my feet hurt, but keep going deeper. I'm lost in a daydream, daydream, daydream.
ഓരോ യാത്രയിലും കാഴ്ചകൾക്കൊപ്പം ലഭിക്കുന്നതും കുറേ സൗഹൃദങ്ങളാണ്. ഒരു പരിചയമില്ലാത്തവരും പരിചയമുള്ളവരും എല്ലാവരും കണ്ടുമുട്ടിയേക്കാവുന്ന സ്ഥലം. വല്ലാത്തൊരു തണുപ്പായിരുന്നു ഈ പുലരിക്ക്. ചുറ്റും കയർ കൃഷികൾ. മുമ്പ് ഇവയ്ക്കിടയിൽ കൂടെ നടക്കാനൊക്കെ അനുവാദം കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ പലയിടത്തും വേലി വീട് തിരിച്ചിരിക്കുന്നു. മൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാനാവണം അത്. ചെറിയ രീതിയിൽ കമ്പികളിൽ കൂടി വൈദ്യുതിയും കടത്തിവിടുന്നുണ്ട്. അവിടെ നിന്ന് ഒരു കാവൽക്കാരനോട് ചോദിച്ചപ്പോൾ മുമ്പ് ഇതിലെ ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നു, എന്നാൽ കൈതയുടെ തൈകളാണ് ഇപ്പോൾ നട്ടിരിക്കുന്നത്, അതുകൊണ്ട് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാത്ത സമയങ്ങളിൽ ഒരുപാട് കൈതച്ചക്കുകളും തൊഴിലാളികളും വാഹനങ്ങളും ഒക്കെയായി വളരെ സജീവമായ പ്രദേശമാണിവിടം. വന്നിട്ട് വളരെയേറെ സമയമായി. ഇതിനിടെ മഞ്ഞും മഴയുമൊക്കെ പോയി വന്നു. എന്തോ ഇവിടെ ഇങ്ങനെ കൂടുതൽ നേരം ഇരിക്കാൻ തോന്നിപ്പോകുന്നു. പക്ഷേ അടുത്ത് മറ്റൊരു സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതുകൂടി ഒന്ന് കാണണമെന്ന് തോന്നി. അവിടെ ഞാൻ കണ്ട കാഴ്ചകൾ അടുത്തൊരു വീഡിയോയായി നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങാൻ സമയമായി. വളരെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം. ഒരു പക്ഷേ എല്ലാ ദിനവും പോലെ കടന്നു പോകേണ്ടിയിരുന്ന ഒരു ദിനം വളരെ മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ചു. യാത്രകൾ അവസാനിക്കുന്നില്ല, ഒന്ന് തീരുന്നിടത്ത് നിന്ന് മറ്റൊന്ന് തുടങ്ങുകയാണല്ലോ.